ഇല്ല, എല്ലാം കഴിയാനിരിക്കുകയാണ്. അതിരിക്കട്ടെ, നിങ്ങളെന്തിനീ രാജപുത്രിയെ ത്രാസിലിട്ട് തൂക്കി പുറവ കൊടുപ്പിക്കുന്നത്? കുഞ്ഞിക്കഞ്ഞിയെ എനിക്ക് വിവാഹം കഴിച്ചു തന്നൂടെ? തമ്പിക്കുട്ടി എന്തിന് സംശയിക്കുന്നു? നിശ്ചയമായി തൃപ്പംകൊട്ടപ്പന്റെ തിരുനടയിൽ വെച്ച് വീണ്ടും ആനപ്പോര് നടത്തും. അതിൽ തമ്പിക്കുട്ടി ജയിച്ചു വന്നാൽ ആ ക്ഷണം. എന്തിനീ ആനപ്പോര്? കണ്ട നാട്ടിൽ നിന്നെല്ലാം കുറെ കൂലിച്ചക്കന്മാരെ കൂട്ടാൻ. അല്ല തമ്പിക്കുട്ടി, നേരെ മറിച്ചാകാൻ. തൊലിവെളിപ്പുണ്ടെന്നോ തടിമുടുക്കുണ്ടെന്നോ രാജകുലത്തിൽ പിറന്നോ എന്ന് കരുതി ചെങ്കോലം പിടിച്ചു വരുന്ന വ്യക്തികൾക്ക് എന്റെ മകളെ കൊടുക്കാതിരിക്കാൻ. എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നവൻ അഭ്യാസിയായിരിക്കണം, ധീരനായിരിക്കണം, ക്ഷമയുള്ളവനായിരിക്കണം. ഞാനിതെല്ലാം അർഹിക്കുന്നില്ലേ? ഇരിക്കും, തണ്ണീർ കുടിച്ചിട്ട് പോകാം. വേണ്ട, ഞാൻ ആശിക്കുന്നതെല്ലാം നിങ്ങൾ തിരസ്കരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയണം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എനിക്കും നിങ്ങൾക്കും നല്ലതാണ്. ഞാൻ പോകുന്നു. കോണോരെ, ഓർമ്മയിരിക്കട്ടെ. ചന്ദ്രപ്പാ, എന്തോ അമ്മ അവന് വല്ലാണ്ട് തണ്ണീർ ദാഹിക്കണം. ഈ സൈത്തങ്ങിന്റെ അരികെ ചേർത്ത് 2 ഇളവീരിട്ടോളൂ. ഒടേക്കാരനോട് പറയുകയും ചോദിക്കുകയും ഒന്നും ചെയ്യണ്ടേ? ചോദിച്ചും പറഞ്ഞു ഒടേക്കാരൻ എത്തുമ്പോ കൊണ്ടും ചേട്ടയും കൊടുത്തേര്. പിന്നെ മുറുകൂർത്താ പറഞ്ഞേക്കണം, ദൈവം തമ്പുരാന്റെ മണ്ണ്, ഈഴത്ത് നാട്ടിൽ നിന്ന് ഒഴുകി മുളച്ച തെങ്ങ്, മണ്ണിന്റെ ഗുണം കൊണ്ട് മുളച്ച തേങ്ങ. വേണയിട്, അല്ലേ നട. നിങ്ങൾ പോയി അമ്മയോട് ചൊല്ലി, ഇനി ഞങ്ങൾ വെറും കൈയോടെ ആ പടിപ്പുരയിലേക്ക് തിരിച്ചു വരികയില്ലെന്ന്. നനച്ചതിൽ കൂടുതൽ ചൂണ്ടയിൽ കൊളുത്തി, അതിനാൽ തെല്ല് സമയമെടുക്കുമെന്ന് ചൊല്ലീൻ പാണരെ. വേണ്ടതുപോലെ അടിയൻ ചെന്ന് ഉണർത്തിച്ചോളാവേ. അപ്പോ കോനോരെ, മാധു, കേശു, ചേകോന്മാർ അങ്ങോട്ട് വിടകൊള്ളട്ടെ. അങ്ങനെ ആവട്ടെ. പോകുന്നത് അവിടെ പാടാറ്. അടിയങ്ങൾ വഴിയാത്രക്കാരാതെ. അല്ല, ആനയും പേടിക്കണം, ആനയുടെ പിണ്ടത്തെയും പേടിക്കണം. അയ്യോ, തല്ലിപ്പൊട്ടിക്കരുത്. അടിയന്റെ വയറ്റിപ്പഴപ്പാണ്, പാടാനുള്ളതാണ്. പാടാനുള്ളതാണ് എന്നാ അവിടെ ഇരുന്നൊന്ന് പാടാം. ചുറ്റോടു ചുറ്റിനും വെട്ടും നേരം തിരിക കണയിൽ മുറിഞ്ഞു വീണു. മച്ചുനൻ ചന്തു ചതിയൻ ചന്തു മാറ്റച്ചുരിക കൊടുത്തില്ല. കൂടി ഇങ്ങനെ ആരും പാടിപ്പോയിട്ടില്ല. എന്താണ് അവൻ പാടിയത്? അടിയനത് പറയുവാൻ നാം ആടുന്നില്ല. അടിയന്റെ നാവ് അതിനെ ആടത്തുള്ളേ. ഈ വെച്ചത്തും അടിയൻ അതേ പാടും. എന്നാ പാട്. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിൽ
കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കുത്തി. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്നിലന്നു കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കുത്തി. കേട്ട ഈ തറവാട്ടിൽ പാണിന്റെ ചോര വീണത് മാനക്കേടാണ്. ആങ്ങളേരെ നിലയ്ക്ക് വേക്കും ചേരാത്തതാണ്. ഇത് നമ്മുടെ അച്ഛനെ കൊന്ന ശത്രുവിനോടുള്ള പകയാണ്. അച്ഛനെ കൊന്ന മാറ്റാനോട് ഊറ്റം കാട്ടിക്കൊള്ളു. പക്ഷേ ഒരു വയറ് കഞ്ഞിക്ക് ഊറുതോറും കൊട്ടിപ്പാടി നടക്കുന്ന ഈ പാടനെ കൊല്ലണമായിരുന്നു. ഈ പാടനെ പറ്റി ഞാൻ മുമ്പേ കേട്ടിരിക്കുന്നു. ആരോമൽ ചേകവർ ഉയരോടെ ഇരുന്നപ്പോഴും ഇപ്പോഴും എപ്പോഴും പുത്തൂരം വീടിനെ പറ്റി, ഉണ്ണിയാർച്ചയെ പറ്റി, അവളുടെ മകനെ പറ്റി വാ തോരാതെ പാടിപ്പുകഴ്ത്തിയ ഈ പാണൻ ചാകണം. വരട്ടെ അവന്റെ ദൈവങ്ങൾക്ക് തുണയുണ്ടെങ്കിൽ ഈ മുറ്റത്ത്. ആങ്ങളെ, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ പോരും ചതിയും കുടിപ്പകയും കൊണ്ട് കണ്ണീർ ഒത്തിരി ഒഴിച്ച വീടാണിത്. നീ പോയി ഈ കോലശ്രീ നാട്ടിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് ഈ തമ്പിക്കുട്ടി നിരീക്കും. നമ്മളെ പാലിനെ പിടിച്ചോണ്ട് പോയി. ആരെ? എന്തിന്? തമ്പക്കുറ്റിയെ കൊലപാതകത്തിലൂടെ പുത്തൂരം വീടിനെ പറ്റി ഒന്ന് പാടിപ്പോയി. നമ്മുടെ പാണനെ പിടിച്ചോണ്ട് പോയി. കോട്ടവാദക്കാർ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അത്രയ്ക്കായോ? കോലശ്ശേരി നാട്ടിൽ പുത്തൂരം വീട്ടിനെ കുറിച്ച് പാടിക്കൂടുന്നു. ഇനിയും ഞങ്ങൾ പാടും. എവിടെ കണ്ണപ്പുണ്ണി? നോക്കണ ആ പാട്ട് പാടിയ നിന്റെ പാണിന്റെ തല